ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ലൈവ് ഓപ്ഷൻ ബൈയിങ് വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ ഇലക്ഷൻ്റെ 2 ദിവസങ്ങളിലായിട്ട് ട്രേഡ് ചെയ്തിട്ടില്ലായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷേ ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 ജൂണിന് ബാച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ പുതിയ ബാച്ച് തുടങ്ങുന്നതിൻ്റെ അവരുടെ മെയിൽ ഐ ഡി സെറ്റാക്കലും അവരതൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. 1-2 ഓപ്പർച്യൂണിറ്റി ഒക്കെ കണ്ടു, പക്ഷേ ട്രേഡ് എടുത്തിട്ടില്ല. പിന്നെ ട്രേഡ് എടുത്താൽ ഈ ഒരു വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൽ അങ്ങനെ നിന്ന്. ഇന്നലെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പ്രോഫിറ്റോ ലോസോ അറിയില്ലെങ്കിലും കൂടെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു ഇന്നലെയും. അപ്പോൾ ഇന്നത്തെ ലൈവ് സെഷൻ നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഏപ്രിൽ സ്റ്റുഡൻസിൻ്റെ കൂടെയുള്ള പ്രാക്ടിക്കൽ ബാച്ചിൻ്റെ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് മുതൽ ഫസ്റ്റത്തെ ഏപ്രിൽ ഒരു ലോട്ട് വെച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ലോട്ടിൽ പ്രോഫിറ്റബിൾ ആയപ്പം മെയിൽ 3 ലോട്ടിലേക്ക് ബാങ്ക് നിഫ്റ്റി മാറി അല്ലേ. അപ്പോൾ മെയിലും, അതായത് ഏപ്രിലിൽ നമ്മൾ 10% റേഞ്ചിൽ പ്രോഫിറ്റ് ആയിരുന്നു, മെയിൽ 15% അടുത്ത് പ്രോഫിറ്റ് ആയിരുന്നു. അപ്പോൾ ജൂണിൽ പ്ലാൻ എന്താ വെച്ചാൽ, ഇനി ഒരു ലോട്ടിലത് 3 ആക്കി, ഇനി 3 5 ലോട്ടിലാണ് ജൂണിൽ പ്ലാൻ ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിലാട്ടോ, നിഫ്റ്റിയിൽ 10 ലോട്ടുമാണ് നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ട്രേഡ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഓവറോൾ അപ് ട്രെൻഡ് തന്നെയാണ് മാർക്കറ്റ്. ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ്റെ സമയത്ത് മാർക്കറ്റ് എന്താണ്, ആളുകളെ ട്രാപ്പ് ചെയ്തിട്ട് ഡെയിലി ടൈം ഫ്രെയിമിൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് പോയപ്പോൾ കുറേ ആൾക്കാർ അപ്സൈഡ് കയറിയിട്ടുണ്ടാവും. അവർ പിന്നെ ഇലക്ഷൻ്റെ തലേ ദിവസം അല്ലേ, നല്ല മാർക്കറ്റിലൊരു ന്യൂസ് മീൻസ് ഇലക്ഷൻ്റെ ന്യൂസ് വന്നപ്പോൾ ആളുകൾ അപ്സൈഡ് കയറിയ ആളുകളെ, അതേപോലെ ഇലക്ഷൻ്റെ അന്നത്തെ ദിവസം മാർക്കറ്റ് നല്ല ഡൗണിലേക്ക് ഫോളോ ചെയ്ത ആളുകളൊക്കെ എന്ത് ചെയ്യുന്ന ഒരു ഇത് ഇറങ്ങിപ്പോയ സമയത്ത് വീണ്ടും ഡൗൺ സൈഡ് മാർക്കറ്റ് മുകളിലേക്ക് പോകും. മാർക്കറ്റ് 49,700 എന്നുള്ള ലെവലൊക്കെ ടച്ച് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിയാന്നത്തെ വീഡിയോയിൽ. അതേപോലെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു അല്ലേ. നമ്മളെന്താണ് ഒരു പ്രോബബിലിറ്റി പറഞ്ഞാൽ എന്താ വെച്ചാൽ, ആളുകളെ എപ്പോഴും ഫേക്ക് ചെയ്യുന്ന ഏരിയയിലേക്കാണ് എൻ്റെ ഒരു ചിന്ത എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ മാർക്കറ്റിൽ വർക്കിങ്ങും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി നോക്കുന്നതും അപ്സൈഡിലേക്ക് തന്നെയാണ് പ്ലാൻ ഉള്ളത്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് രാവിലെ തന്നെ ചെറിയൊരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് അപ്സൈഡിലേക്ക് ഒരു 5 മിനിറ്റ്സിൻ്റെ ഇൻറ്റേർണലൊക്കെ ടാപ്പ് ചെയ്ത് അപ്സൈഡിലേക്ക് നല്ല മൊമെൻറ്റം തന്നു. ഇനി തൽക്കാലം ചെറിയൊരു ട്രെൻഡിന് നമുക്ക് മുകളിൽ നോക്കാം. മുകളിലുള്ളൊരു സിങ് ഹൈൻ്റെ ഏരിയയിൽ ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത് ഇപ്പം നിൽക്കുന്നത്, ഒരു സിങ് ഹൈ ഏരിയയിൽ. അപ്പോൾ നമുക്ക് ചെറിയൊരു ഓപ്പോസിറ്റ് ട്രേഡും നോക്കാം. നമുക്കൊരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നോക്കാം. ഡൗൺ സൈഡ് എൻട്രി, അതായത് മാർക്കറ്റ് ഒരു സിങ് ഹൈ, ഒരു പ്രോപ്പറായിട്ടുള്ള സിങ് ഹൈ ഒന്നല്ലെങ്കിലും കൂടെ തൽക്കാലമായിട്ട് ചിലപ്പോൾ അവിടെ ടാപ്പ് ചെയ്ത് ഇന്നത്തെ ഡേ ലോ എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യാം. ഏതായാലും ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. നിഫ്റ്റിയൊക്കെ ഭയങ്കരമായിട്ടുള്ള ബുള്ളിഷ് തന്നെയാണ് ഇപ്പോഴും ക്യാൻഡിൽസ് കാണിക്കുന്നത്. പക്ഷേ ഒരു കൗണ്ടർ ട്രേഡ് പോലെ നമുക്ക് നോക്കാം ഫസ്റ്റ് ട്രേഡ്, ഒരു ഡൗൺ സൈഡ് ഏരിയയിലേക്കുള്ള. ഏതായാലും കാരണം സിങ് ഹൈ എടുത്തത് കൊണ്ടാണ് ബാങ്ക് നിഫ്റ്റിയിൽ നല്ല ബുള്ളിഷാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഏതായാലും ഞാൻ ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 9:57 ആയിട്ടുണ്ട്. നമുക്കൊരു ഡൗൺ സൈഡ് എൻട്രി നോക്കാം. ഒരു പ്രോപ്പർ ഐഡിയക്സ് ഒന്നല്ലെങ്കിലും ഒരു ഡൗൺ സൈഡ് എൻട്രി നമുക്കൊരു ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് തോന്നുന്നുണ്ട്. ആ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡൗൺ സൈഡ് ചെറിയൊരു കൗണ്ടർ ട്രേഡാണ്, വലിയൊരു ടാർജറ്റ് നമ്മൾ വെക്കുന്നില്ല. ഡേലോ ഒക്കെ വരെ നോക്കാം എന്നുള്ളൂ, പക്ഷേ വലിയ ടാർജറ്റ് വെക്കുന്നില്ല. ഏതായാലും എൻട്രി എടുത്തിട്ടുണ്ട്. 49,400 പുട്ട് ഓപ്ഷൻ സി ഓർഡർ എടുത്തത്, അത് കവർ ഓർഡർ, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്താണ് ഓൾറെഡി 20 പോയിൻറ്റ്സ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെന്താണ് ഇന്ന് 75 ക്വാണ്ടിറ്റി, അതായത് 5 ലോട്ടാണ് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നത്. മാക്സിമം ലോസ് പെർ ട്രേഡ് 1,500 വരിക. എനിക്കറിയാം മാക്സിമം ഒരു ദിവസം, ഈ ഒരു മന്ത് മുതൽ മാക്സിമം ഒരു ദിവസത്തെ നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ എണ്ണം 3 SL വന്നു കഴിഞ്ഞാൽ പിന്നെ അന്ന് ട്രേഡ് ചെയ്യില്ല. അതൊരു ഡിസിപ്ലിനായി റിയാക്ഷനായിട്ട് നമ്മൾ എഴുതി വെച്ച് അതിൽ പോലെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ പ്രീവിയസ് മന്ത് ചെയ്ത പോലെയല്ല, ഈ മന്ത് നമ്മുടെ ക്വാണ്ടിറ്റിയുടെ എണ്ണം ഒന്ന് കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു കുറച്ചും കൂടി ഇമോഷൻസ് കുറയ്ക്കാം. ചിലപ്പോൾ കഴിഞ്ഞ മാസങ്ങളെ ഞാൻ 5 ട്രേഡോ 6 ട്രേഡോ ഒക്കെ ദിവസങ്ങളുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത്രയ്ക്ക് റിസ്കി ഓവർ നമ്പർ ഓഫ് ലോസിങ് ട്രേഡ്സ് 3 ട്രേഡിലപ്പുറം മാക്സിമം ചെയ്യില്ല. അതുപോലെ എന്നുള്ളതിനാണ് പറയുന്നത്, നഷ്ടം വന്നു കഴിഞ്ഞാൽ. അതുപോലെ പ്രോഫിറ്റ് ആയാലും മീൻസ് നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ എണ്ണം 4-ലധികം ചെയ്യൂല. അതായത് 4 അവസരങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുള്ളൂ. എൻ്റെ 4 അവസരങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അന്ന് ട്രേഡ് പ്ലാൻ ചെയ്യൂല. അതാണ് ഇപ്പോൾ ഉള്ളൊരു ഈ ഒരു മന്ത് നമ്മൾ എഴുതി വെച്ച്, ഞാൻ എക്സലിൽ കീപ്പ് ചെയ്യുന്നത്, എക്സലിൽ എഴുതി വെച്ച കാര്യമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ എൻ്റെ ട്രേഡിൻ്റെ ആ ഒരു ലോജിക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ മാക്സിമം ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു കൗണ്ടർ ട്രേഡ് ആയതുകൊണ്ട് നമുക്ക് അത്രയൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. ആ ഒരു സിങ് ഹൈ ചിലപ്പോൾ 1:2 ഒക്കെ റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് സിങ് ലോ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യാം. അതായത് നല്ലത്. കാരണം ഓവറോൾ ഒരു ബുള്ളിഷ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ
ഈ ഒരു എൻട്രി താഴേക്കുള്ള എൻട്രിയാണ്. നമുക്കറിയാം അവിടെ നിൽക്കുന്ന കണ്ടിട്ട് എനിക്ക് അത്രക്കൊരു സുഖം തോന്നുന്നില്ല. മാർക്കറ്റ് ചിലപ്പോൾ ഒരു ലിക്വിഡിറ്റി എടുത്താണെങ്കിൽ ചെറിയൊരു റിയാക്ഷനെങ്കിലും കാണിക്കേണ്ടത്. പക്ഷേ മാർക്കറ്റ് സ്റ്റിൽ ആ ഒരു ഏരിയയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോകുമെന്ന് തോന്നുന്നു. ചിലപ്പോൾ മുകളിലുള്ള ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കാം താഴെ വരിക, അറിയില്ല. ചിലപ്പോൾ ഇവിടുന്ന് വന്നാൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാം, അല്ലെങ്കിൽ SL പ്രീ പ്ലാനെ പോലെ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ടെൻഷനൊന്നുമില്ല. നമ്മുടെ SL ഹിറ്റായിട്ട് SL കാണാൻ നിങ്ങൾക്ക് നമ്മുടെ 1577 രൂപ ആ ഒരു ട്രേഡിൽ ലോസ് വന്നിട്ടുണ്ട്. ഏതായാലും മാർക്കറ്റ് നല്ല ബുള്ളിഷായിട്ട് പോകാം. നമ്മൾ വിചാരിച്ച അതിൻ്റെ മുകളിലുള്ള ലിക്വിഡിറ്റി എടുത്തിട്ട് പിന്നെയും പോവുകയാണ്. പറഞ്ഞ പോലെ ഓവറോൾ ബുള്ളിഷാണ്. പക്ഷേ ബുള്ളിഷ് ആവണമെങ്കിൽ തന്നെ നമുക്കൊരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു പ്രോപ്പർ എൻട്രി കിട്ടണമില്ല എന്നുള്ളതാണ്. അപ്പ് സൈഡിലേക്കുള്ള. ഏതായാലും ഇനി ഒരു ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:27. നമ്മൾ അടുത്തൊരു എൻട്രി എടുത്തിട്ട് ഒരു കോൾ ഓപ്ഷനാണ്, അപ്പ് സൈഡ് എൻട്രിയാണ്. മാർക്കറ്റ് ബുള്ളിഷ് ആണെന്നുള്ള വ്യൂവിലാണ് എടുത്ത്. പക്ഷേ നമ്മൾ നേരത്തെ നോക്കിയോടുന്ന് ഒരുപാട് മാർക്കറ്റ് മുകളിലേക്ക് പോയി. കാരണം ഫസ്റ്റ് ഒരു എൻട്രി ബെയറിഷ് ട്രേഡ് എടുത്തുകൊണ്ട് തന്നെ ബെയറിഷ് ചാൻസുകൾ ഇങ്ങനെ നോക്കി മാർക്കറ്റ് ഒരുപാട് ടോപ്പിലെത്തി. ഇപ്പം നമ്മൾ ടോപ്പിൽ നിന്നുള്ള ഒരു ഏരിയ തന്നെയാണ് എൻട്രി എടുത്തത്. അതായത് എക്സാക്ട്ലി ലിക്വിഡിറ്റി കുറച്ച് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മളെ എൻട്രി ഒന്ന് ലേറ്റായി. ഒന്ന് ടോപ്പിലെത്തിയ സമയത്തുള്ള എൻട്രിയാണ് കുറച്ചും കൂടെ. ഏതായാലും ഇവിടുന്ന് മാർക്കറ്റ് ചിലപ്പോൾ കണ്ടിന്യൂസ് അപ്പ് സൈഡ് പോവുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി ചാൻസ് പ്രോപ്പറായിട്ട് ഒരു IDX ഒരു 5 minutes IDX എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഡൗൺ സൈഡിൽ നിന്ന് തന്നെ എൻട്രി എടുക്കണമായിരുന്നു. ഒരു കുറച്ചൊരു 10-15 മിനിറ്റ്, ഒരു 5-8 മിനിറ്റ് മുന്നേ ഒരു ലോ ടാപ്പ് ചെയ്ത സമയത്ത്. പക്ഷേ എടുത്തത് കുറച്ചൊന്ന് ടോപ്പ് നിന്ന് ആയിപ്പോയി. ഇനി ചിലപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ടാർഗറ്റിലേക്ക് വരും ചെയ്യും. അപ്പോൾ തന്നെ അത്യാവശ്യം ലോസിലാണ് ട്രേഡ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്ന് വെയിറ്റ് ചെയ്തെടുത്താലും മതിയായിരുന്നു. അതായത് നമ്മുടെ രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റിയും SL ഹിറ്റായിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ട്രേഡ് നമുക്ക് 3000 ലോസാണ് ഇപ്പോൾ. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞു. സെക്കൻഡ് ട്രേഡ് ഞാൻ പറഞ്ഞ പോലെ ഒന്നുകൂടി വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്താൽ മതിയായിരുന്നു. മാർക്കറ്റ് അവിടെ നിന്ന് ചിലപ്പോൾ ഒരു അപ്പ് സൈഡ് പോകുന്നുണ്ട്. ഏതായാലും ഞാൻ ഇനി ഒന്ന് പുറത്ത് പോവാണ്. ജസ്റ്റ് ഏതായാലും ഇനി ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നല്ല ചാൻസ് വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. 12:20, 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. എൻട്രി എടുത്തിട്ട് 1 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോഴേക്കും സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ട്. മാർക്കറ്റ് അവിടെ നിന്നും ബുള്ളിഷ് ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ SL അടിച്ചിട്ട് പോകുമായിരിക്കും. ഏതായാലും നമ്മുടെ രണ്ടാമത്തെ ചാൻസ് ഉണ്ട്. ഇനി ഇപ്പോൾ നമ്മളൊന്ന് ബ്രേക്ക് ഒന്ന് കുറച്ച് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ ഓക്കെ, ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ഏതായാലും ഒന്ന് പുറത്ത് പോയിട്ട് വരാം. സമയം 1:32 ആയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി അതിന് ശേഷം ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രേഡിൻ്റെ അപ്ഡേറ്റ്സ് ഏത് ഏരിയയിലാണ് ട്രേഡ് എടുത്തത്, റീസണും കാര്യങ്ങളും അതിന് ഓർഡർ 2 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കോസ്റ്റ് എക്സിറ്റ് ആണ്. അതിൻ്റെ റീസണും ലോജിക്കെല്ലാം പറഞ്ഞുതരാം. ഫസ്റ്റത്തെ ട്രേഡാണ് നിങ്ങൾക്ക് കാണാം. ഒരു കവർ ഓർഡർ ആയതുകൊണ്ടാണ് ഇത്രയും ഓർഡർ 9:59 എടുത്ത്. രണ്ടാമത്തെ 12:28. എല്ലാ ലോജിക്കും ഒന്നും പറഞ്ഞില്ല. നമ്മൾ 2 ട്രേഡ് ഞാൻ ലൈവിൽ ഓൾറെഡി കാണിച്ചതാണ്. മൂന്നാമത്തെ ട്രേഡ് എടുത്ത ഏരിയ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. നമ്മൾ രണ്ടാമത്തെ ട്രേഡ് നിങ്ങൾക്ക് കാണിച്ചാണ്. മൂന്നാമത്തെ ട്രേഡ് 12:37 ട്രേഡ് എടുത്തത്. 12:37 നിങ്ങൾക്ക് അത് നോക്കിയാൽ അറിയാം. 12:37 ബാങ്ക് നിഫ്റ്റിൻ്റെ നമുക്ക് ചാർട്ട് ഒന്ന് എടുത്തു നോക്കാം. നമ്മളെടുത്തത് 49,600 ഒരു കോൾ ഓപ്ഷൻ ആയിരുന്നു. ആ ഒരു ട്രേഡ് 12:37 എൻട്രി വന്നത്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് എൻട്രി വന്നത്. ആ ഏരിയയിൽ നിന്ന് എൻട്രി എടുത്തതിന് ശേഷം നല്ല മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ അത് നമ്മുടെ കോസ്റ്റ് പ്രൈസിലേക്ക് സ്റ്റോപ്പ് ലോസ് ഓൾറെഡി അത്യാവശ്യം മൂവ് ചെയ്തതിന് ശേഷമാണ് കോസ്റ്റ് പ്രൈസ് 600 സംതിങ്ങിന് എൻട്രി കിട്ടിയതായിരുന്നു. പക്ഷെ അത് കണ്ടോ 630 എൻട്രി. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ലോസ് കോസ്റ്റിൽ വെച്ചിട്ടുണ്ട്. കാരണം അത് എനിക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇറങ്ങിയത്. കാരണം ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഉള്ളൂ, അതുകൊണ്ടാണ്. പക്ഷേ ആ ഒരു ട്രേഡ് അത്യാവശ്യം മൂവ്മെൻറ്റും കിട്ടിയിരുന്നു. ഒരു 70 പോയിൻ്റൊക്കെ പോയിന്റ് അതിന് ശേഷം തിരിച്ച് വന്നത്. പക്ഷേ ആ ഒരു ടാർഗറ്റ് നമ്മൾ അടിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു കോസ്റ്റ് എക്സിറ്റ് ആയതിനു ശേഷമാണ്. അതിന് ശേഷം എടുത്ത എൻട്രി അവിടെ കാണാം 12:37 നല്ല 630 റേഞ്ചിലെ പ്രീമിയം ഉള്ള സമയത്താണ്. അവിടെ നിന്ന് ശേഷം അത്യാവശ്യം മൂവ്മെൻറ്റും പോയി. അതിൻ്റെ ചെറിയൊരു 12:41 ഒരു ക്യാൻഡിലുണ്ട് താഴേക്ക് വന്ന്. ആ ഒരു ക്യാൻഡിലാണ് SL കോസ്റ്റ് അടിച്ചത്. കോസ്റ്റ് വെക്കാൻ കാരണമുണ്ട്. ആകെ 20-30 പോയിന്റ് പോയപ്പോൾ തന്നെ ഞാൻ കോസ്റ്റ് വെക്കാൻ കാരണം എനിക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് തോന്നിയിട്ടില്ല. ഒന്നും കൂടെ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് എടുക്കാന്നുള്ളതുണ്ടായിരുന്നു. നല്ലൊരു എൻട്രി നോക്കി എടുക്കാന്നുള്ളതുണ്ടായിരുന്നു പ്ലാൻ ചെയ്ത്. അതിനുശേഷം ലാസ്റ്റ് എടുത്ത എൻട്രിയാണ് 12:48. അത് 50,000 പുട്ട് ഓപ്ഷൻ. ആ ഒരു എൻട്രി ഒരു കൗണ്ടർ ട്രേഡ് തന്നെയാണ്. കൗണ്ടർ ട്രേഡ് എന്ന് വെച്ചാൽ ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആണ്. ഓവറോൾ നമ്മൾ അപ്പ് സൈഡിലേക്കുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി രാവിലെ തന്നെ ഒരു ഡൗൺ സൈഡ് വ്യൂ ട്രേഡ് എടുത്തതിനോട് പിന്നെ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി അപ്പ് സൈഡ് ഉണ്ടായിട്ട് എടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ വ്യൂവിൻ്റെ ഒരു പ്രശ്നം എപ്പോഴും അതാണ്. ആ ഒരു ട്രേഡ് കണ്ടോ 12:48 എക്സാക്ട്ലി ഞാൻ എടുത്ത ഏരിയയിൽ നിന്ന് പിന്നെ മുകളിലേക്ക് പോകാതെ താഴേക്ക് കണ്ടിന്യൂസ് വന്നു. ഞാൻ ഇറങ്ങാൻ കാരണം ആ ഒരു ട്രേഡിൽ നിന്ന് അത്യാവശ്യം എൻട്രി എടുത്തത് ഈ ഒരു ഏരിയ 12:48 കണ്ടോ. ആ ഒരു ക്യാൻഡിലിൽ
പുട്ട് ഓപ്ഷൻ എഗെയിൻ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടും പ്രീമിയത്തിൽ ബ്രേക്ക് ചെയ്യാതെ കൊണ്ടാണ് 554 എൻട്രി കിട്ടിയത് എനിക്ക്. 550 അതിൻ്റെ ലോ, 554 എൻട്രി കിട്ടി. ഓൾമോസ്റ്റ് എക്സിറ്റ് ആയ സമയം എനിക്ക് തോന്നുന്നു 1:04 തോന്നുന്നു, ഇവിടെ 1:04 എക്സിറ്റ് ആയത്. ഒരു ട്രെൻഡ് ലൈൻ ഫേക്ക് ഔട്ടിൻ്റെ ലോ ടാപ്പ് ചെയ്തപ്പോഴാണ് ഞാൻ എൻട്രി എടുത്തത്. കാരണം ആ ഒരു പ്രൈസ് ആക്ഷൻ കുറേയായിട്ട് ആ ഒരു 648 വരെയൊക്കെ പ്രീമിയം കണ്ടതാണ്. ഞാൻ 90 പോയിൻ്റൊക്കെ കണ്ടപ്പോഴാണ് മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് എടുത്തത്. പക്ഷേ നമുക്ക് അത്ര പോയിന്റ് കിട്ടിയിട്ടില്ല. ഓൾമോസ്റ്റ് നിയർലി 80 പോയിന്റ്സ് ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഉണ്ടോ ഈ ഒരു 1:04 ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് അതിൻ്റെ ലോ ടാപ്പ് ചെയ്തപ്പോൾ തന്നെ ഇറങ്ങിയതാണ്. പിന്നെ അതിൻ്റെ ടാർഗറ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് കിട്ടില്ല. അതിന് ശേഷം ഇപ്പോൾ ഒരു എൻട്രി ഉണ്ടോ, ഞാൻ ആ ഒരു എൻട്രി അത് എടുത്തിട്ടില്ല. എൻ്റെ ഇന്നത്തെ മാക്സിമം നമ്പർ ഓഫ് ട്രേഡ്സ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എത്ര ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും ട്രേഡ് പ്ലാനിങ് ഇല്ല, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ട്രേഡ് ചെയ്യാൻ ആ ഒരു ഏരിയയിൽ നിന്ന് അപ്സൈഡ് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എടുത്തതായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ അപ്സൈഡ് കയറിയത്. ഇപ്പോൾ ടാർഗറ്റ് അടിക്കുമോ എസ് എൽ അടിക്കുമെന്നൊന്നും അറിയില്ല, പക്ഷേ ട്രേഡ് പ്ലാൻ അത്രേ ഉള്ളൂ. നമ്മൾ പുട്ട് ഓപ്ഷൻ എടുത്തത് 100 പോയിന്റ് കടന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ പിന്നീട് ആ ഒരു എനിക്ക് ധൈര്യമില്ല. ഞാൻ വെച്ചാൽ ഓവറോൾ അപ് ട്രെൻഡാണ്, അതുകൊണ്ടാണ് ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ് ഞാൻ പെട്ടെന്ന് ഇറങ്ങിയത്. കൗണ്ടർ ട്രേഡിൽ അപ് ട്രെൻഡിലുള്ള ട്രേഡാണ്. ഇപ്പോൾ ഈ ഒരു ട്രേഡാണെന്ന് ഞാൻ മാക്സിമം പ്രോഫിറ്റ് ആവുന്നവരെ ആ മാർക്ക് ചെയ്ത ഏരിയ വരെ വെയിറ്റ് ചെയ്യും. ഇതർ സ്റ്റോപ്പ് ലോസ് അല്ലെ സെല്ല് എന്നല്ല. ഇത് ആ ഒരു ലോ ടാപ്പ് ചെയ്തപ്പോൾ ഈ 90 പോയിന്റ് ആയപ്പോൾ ഇറങ്ങാനുള്ള കാരണം അതാണ്. 49,200 കോൾ ഓപ്ഷൻ ഞാൻ പറഞ്ഞ എൻട്രി പറഞ്ഞ ഏരിയയിൽ നിന്ന് അതിൻ്റെ പ്രീമിയം നോക്കാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് പോസ്റ്റ് പറഞ്ഞ എൻട്രി ഉണ്ടല്ലോ, ഞാൻ എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞ എൻട്രീൻ്റെ ആ പ്രീമിയം നമുക്കൊന്ന് നോക്കാം. 49,700 കോൾ ഓപ്ഷനാണ് നമ്മൾ എടുക്കണമെങ്കിൽ നമ്മളെ എൻട്രി പറഞ്ഞ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് 1:30 എൻട്രി വന്നത്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 524 വരെ എൻട്രി കിട്ടിയത്. 520 ഉണ്ട് അതിൻ്റെ ക്യാൻഡിൽ, 519 തോന്നുന്നില്ലോ. 524 റേഞ്ചിലൊക്കെയാണ് ഞാൻ ആ കണ്ട സമയത്ത് അതിൻ്റെ പ്രീമിയം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഇത് എസ് എൽ ഒ ടാർഗറ്റ് നമുക്കറിയില്ല. ചിലപ്പോൾ മുകളിൽ ലിക്വിഡിറ്റി താഴേക്ക് വരാം, ഒന്നും പറഞ്ഞ് സംഭവിക്കാൻ പറ്റില്ല. പക്ഷേ മാർക്കറ്റ് ഇപ്പോൾ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ്. വലിയൊരു ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു അപ്പ് സൈഡ് ഡൗൺ സൈഡ് എന്നുള്ളതിൽ. ഇപ്പോൾ ഓവറോൾ നമ്മുടെ പ്രോഫിറ്റ് പൊസിഷൻ കാണാൻ നിങ്ങൾക്ക് നമുക്കതുപോലെ നമ്മുടെ ഇന്നത്തെ ജേണലൊക്കെ ഒന്ന് എഴുതി വെക്കാം. ജേണൽ എഴുതി വെച്ച് സെറ്റാക്കി വെക്കാം. ഇന്ന് ഏതായാലും ട്രേഡ് ഇല്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്തെന്നുള്ളൂ. ഓർഡേഴ്സ് ബുക്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ട്രേഡ് ഇവിടെ എടുത്ത ടൈമും കാര്യങ്ങളൊക്കെ. ഇനി മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സമയം ഇപ്പോൾ 3:45 ഓൾറെഡി. നമ്മൾ നേരത്തെ ഞാൻ ലാസ്റ്റ് പറഞ്ഞൊരു ട്രേഡ് ഉണ്ടല്ലോ, നമ്മൾ എടുത്തിട്ടില്ല. ആ ഒരു ട്രേഡ് 1 സംതിങ്ങിന് ഈ ഒരു എൻട്രി നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് എത്തിയിട്ടുമില്ല. സ്റ്റോപ്പ് ലോസ് നിങ്ങൾ നോക്കൂ. ഞാൻ പലരും ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് വെച്ചാൽ നമ്മൾ എടുത്തിട്ട് കുറേ സമയം മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് എത്തിയാൽ ചിലപ്പോൾ എസ് എൽ അടിക്കാം. കാരണം നമ്മൾ എൻട്രി എടുത്തതിന് മാർക്കറ്റിലൊരു മൊമെൻറ്റം ഉണ്ടെങ്കിൽ, അപ്സൈഡിലേക്ക് തന്നെയാണ് മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റം എങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ഇത്രയും മാർക്കറ്റ് മുകളിലേക്ക് പോയി താഴെ വരുമ്പോൾ എപ്പോഴോ സ്റ്റോപ്പ് ലോസ് അടിക്കേണ്ടതല്ലേ. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ നോക്കി വെച്ച സമയത്ത് നമ്മുടെ എൻട്രി ഈ ഒരു സമയത്തുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ 524 കേട്ടോ. ഈ ഒരു എൻട്രിയാണ് നമുക്ക് കിട്ടിയത്. 524 റേഞ്ചിലായിരുന്നു പ്രീമിയം. ആ ഒരു പ്രീമിയം ഇതിൻ്റെ താഴേക്ക് വന്നിട്ടുണ്ട് അല്ലേ. നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ മാർക്കറ്റിൻ്റെ ഒരുപാട് താഴേക്ക്, എത്ര പോയിന്റ്, ഓൾമോസ്റ്റ് 30 പോയിൻ്റൊക്കെ പ്രീമിയം സ്പോട്ടിൽ താഴെ വന്നിട്ടുണ്ട്. പക്ഷേ പ്രീമിയത്തിൽ എന്താണ് ആ ഒരു എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ എസ് എൽ അടിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ 524 എടുത്തിട്ട് 613 വരെ പോയി. പക്ഷേ നമ്മുടെ ടാർഗറ്റ് എത്തിയോ എന്ന് വെച്ചാൽ ഇല്ല. നമ്മൾ ടാർഗറ്റിന് വെയിറ്റ് ചെയ്താൽ അത് ബുക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ടാവില്ല. എന്നാൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് രണ്ടാമത് പിന്നെയും ഒക്കെ അവിടെ വന്നപ്പോൾ 520 റേഞ്ചിൽ വന്നിട്ടുള്ളൂ. നമ്മളൊരു 20 പോയിന്റ്സ് എസ് എൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിൽ എസ് എൽ 504 റേഞ്ചിലൊക്കെ കൊടുക്കണം അല്ലേ. അതൊന്നും ഹിറ്റായിട്ടില്ല. മാർക്കറ്റ് ഒരു 3 മണിയൊക്കെ ആയ സമയത്ത് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലാണ് തോന്നുന്നത്. 3 മണിക്കൊക്കെ 569 ചെറിയൊരു പ്രോഫിറ്റിൽ നമുക്ക് 50 പോയിന്റ് ഒക്കെ പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റിയ രീതിയിൽ തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്താണെങ്കിലും പോലും സ്റ്റോപ്പ് ലോസും വിറ്റിയിട്ടില്ല, ടാർഗറ്റ് വിറ്റിയിട്ടില്ല എന്ന അവസ്ഥയിലാണ്. പറയുമ്പം സ്പോട്ടിൽ നിന്ന് ഒരുപാട് മാർക്കറ്റ് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിന്ന മാർക്കറ്റാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാൻസ് ഉണ്ട് എന്നുള്ളത്. കാരണം മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് സമയം കളക്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ പോവുക. ഡൗൺ സൈഡ് എൻട്രീസിന് പൊതുവേ സുഖം എന്താ വെച്ചാൽ നമ്മൾ ശരിക്കും കൗണ്ടർ ട്രേഡ് എടുത്തിട്ടാണ് നമുക്ക് 100 പോയിന്റ് പെട്ടെന്ന് കിട്ടിയത്. ഈ ഒരു പുട്ട് ഓപ്ഷൻ എപ്പോഴും പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഫാസ്റ്റ് മൊമെൻറ്റം കിട്ടാൻ ചാൻസ് ഉണ്ട് കോൾ ഓപ്ഷനേക്കാളും കൂടുതൽ. അപ്സൈഡ് പോകുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇങ്ങനെ ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് സ്ലോലി ആ പോവുക. അത് പ്രീമിയത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും പ്രീമിയം അപ്സൈഡ് ഡൗൺ സൈഡ് ആണെങ്കിലും വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, ട്രേഡ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഡൗട്ട് ചോദിച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് കൂടെ പറയാം.
പലരുടെയും മെയിൻ പ്രോബ്ലം, ട്രേഡിങ്ങിലെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കാതെ ട്രേഡ് ചെയ്യാറാണ് പലരും എന്നോട് വിളിക്കാൻ പറയുന്നത്. പക്ഷേ അത് ഭയങ്കര ഡേഞ്ചറായ ചിന്തയാണ്. നമ്മളെ ചിന്ത ട്രേഡിങ്ങിൽ വരുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത് വെച്ചാൽ, സ്റ്റോപ്പ് ലോസ് നമ്മൾ ലോസിലുള്ള ട്രേഡ് പെട്ടെന്ന് കട്ട് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവണം. പ്രോഫിറ്റിനെ റൺ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റും. ഈ രണ്ട് സാധനം ഒന്ന് ബിൽഡ് ചെയ്തെടുത്താൽ ഏകദേശം ട്രേഡിങ് ഒരു ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ആ ഒരു മൈൻഡ് സെറ്റ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. ആളുകൾ പറയുമ്പോൾ സുഖമാണെന്നില്ലെങ്കിലും അത് നല്ല പ്രാക്ടീസോട് കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് എന്താണ് അത് റെഡിയായി വരുള്ളൂ. അപ്പോൾ ആ ഒരു അതെല്ലാവരും ഒന്ന് അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്നതായിരിക്കും നന്നാവുക. ഇന്നത്തെ നമ്മുടെ ഓർഡേഴ്സ് ബുക്ക് ഒന്നും കൂടി നോക്കാം. നമ്മൾ സമയം 3:51 ആയിട്ടുണ്ട്. പൊസിഷൻ സ്റ്റിൽ അത് തന്നെയാണ്, വേറെ ട്രേഡ് ഒന്നും എടുത്തിട്ടില്ല. 2 സംതിങ്, ഒരു 5577 പ്രോഫിറ്റ്, 2 ലോസും, ഒരു ടാർജറ്റ് 2 SL ആണ്. നമ്മുടെ ഓർഡർ ബുക്കൊക്കെ സെയിം തന്നെയാണ്, ആ ഒരു കാര്യങ്ങളൊക്കെ. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. നാളത്തെ ലൈവ് സെഷനിൽ കാണാം. ബൈ.